ഇപ്പോൾ കൂട്ടുകാരെ മണിക്കുട്ടൻ ഈ ആഴ്ച 3 ലീവ് കിട്ടുമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ തിങ്കളാഴ്ച ഫുട്ബോളിൻ്റെ ലീവ് കൊടുത്തു, അതേപോലെ ശനി ഞായർ. പക്ഷേ മണിക്കുട്ടൻ്റെ പ്രതീക്ഷയെല്ലാം തെറ്റി. എൻ്റെ മനസ്സെനിക്ക് വായിക്കാൻ അറിയാല്ല. അല്ല ഞാൻ പറയാം, അത് ഇപ്പൊ ഒരു 2 മണിക്കൂർ സ്കൂൾ 4 മണി ഒരു 4 മണിക്കല്ല, ഒരു 3 മണിയാകുമ്പോൾ അന്ന് പിന്നെ മെസ്സേജ് ഇട്ടിനി അല്ലെ ഗ്രൂപ്പിൽ, നാളെ മുതൽ സ്കൂൾ ഉണ്ട് എന്നുണ്ട്. അതുവരെ മണിക്കൂട്ടൻ എന്താ വിചാരിച്ചിനി, നാളെ പോണ്ട, നാളെ ശനിയാഴ്ച ലീവ്, പിന്നെ ഞായറാഴ്ച ലീവ്. ഓ ഒന്നും പറയണ്ട, അടിച്ച അച്ഛന്റെ മനസ്സ് വിചാരിക്കും. കൂടുതൽ പ്രശ്നമില്ല പറഞ്ഞോട്ട്, കുടുംബ അല്ലേ പ്രിയ? അപ്പൊ അതോ ഒരാള് കുടുംബസമ്മേളനം നാടെ വെക്കുന്നുണ്ട്. ആ പറ 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 അച്ഛന്റെ മനസ്സ് പറ, അച്ഛന്റെ മനസ്സ് പറ. അച്ഛന്റെ മനസ്സ് അമ്മേനെ ഇട്ടിട്ട് പോകണം. അമ്മേനെ ഇട്ടിട്ട് പോകണം. എന്തെല്ലാം പറയുന്നത് ആർക്കൊന്നും അറിയില്ല. എന്നാ പിന്നെ മണിക്കൂറിന്റെ നേരെ തിരിച്ചേക്കലേ പറ പറ. അമ്മേനാ കൂട്ടാണ്ട് അതാ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ശനിയാഴ്ച ലീവ് കിട്ടുന്നു വിചാരിച്ചിനി മേതൂട്ടി എവിടെ മണിക്കൂട്ടൻ ഇന്ന് ശനി ഞായർ തിങ്കള് അല്ലേ? വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? വിചാരിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന ക്രൂരത ദൈവം പൊറുക്കൂല. ഇല്ല ഇവിടെ നമ്മള് തമാശ പറഞ്ഞത്, മണിക്കൂട്ടൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. എന്നാ തെറ്റുപറ്റിയത്? മൈക്ക് എടുത്തിട്ട്, മൈക്ക് പിന്നെ ഇരുമ്പിന് ഒട്ടുന്നത് കാന്താന്ന് അതിന്റെ ബാക്കില്. സ്ഥിരം പോകുന്ന സ്ഥലമാണ്, പക്ഷെ ഇന്നൊരു ഒന്നുമില്ല. കൊറേ ആയി പോവാത്തെ മണിക്കൂട്ടിന്. ഇപ്പൊ ഒരു മാസത്തിനടുക്കായി. ഒരു മാസമായ മണിക്കൂട്ട? ഒരു മാസമായിട്ടൊന്നുമില്ല. ആയില്ല. ഒരു മാസമായി. അപ്പൊ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആട്ടാ, 2 പേരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടുത്തെ അതൊന്നല്ല, എനിക്ക് വിയോമിന് കിട്ടിയത്. എന്നാ പിന്നെ അങ്ങനെ എന്തെങ്കിലും. പക്ഷെ ഏതായാലും 2 പേരും ഇപ്പം ഇന്ന് സന്തോഷത്തിലാണ്, ഹാപ്പിയാണ്. അപ്പം നമ്മൾ നരിക്കോടേക്ക് പോകാൻ പോയിന്ന്. അപ്പം അമ്മാമ്മ ഇടിയുണ്ട് കേട്ടോ. അമ്മാമ്മ ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ, ഞാനും ഇവിടെ നമ്മൾ ഇതിന് മുന്നേ ഒന്ന് ഇതിൽ ബ്ലോഗിൽ നമ്മൾ വീഡിയോയിൽ പറഞ്ഞോന്നറിയില്ല. മണിക്കൂറിൻ്റെ സൈക്കിൾ ശരിയാക്കി നമ്മൾ. കുറേ ദിവസം അത് സൈഡിലുണ്ടായിരുന്നു, പഞ്ചറായിട്ട്. ഇപ്പോൾ പഞ്ചറൊന്നും ആയിരുന്നില്ല, അതിൻ്റെ ചെറിയൊരു നെക്കിൻ്റെ എന്തോ പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ശരിയാക്കി. ആരാ ശരിയാക്കിയത്? ഒരു താങ്ക് യു വരെ മണിക്കൂട്ടൻ അറിയും വരെയില്ല കേട്ടോ. മണിക്കൂട്ടൻ വരുമ്പോഴേക്ക് നമ്മളിവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ആരോടും പറഞ്ഞിട്ടോ മണിക്കൂട്ടൻ. മണിക്കൂട്ടൻ അറിഞ്ഞിട്ടേ ഇല്ല ഇത്. പക്ഷേ ഞാനത് വിളിച്ച് പറഞ്ഞ് അവിടത്തേക്ക് ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ട് ഇങ്ങോട്ടേക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വേറൊരു കാര്യം നമുക്ക് പറയാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേതുട്ടി അത് അച്ഛനും മോളും മാത്രമേ അറിയുള്ളൂ. അതെന്നാ പറയാനില്ലെന്ന് പറഞ്ഞാൽ, നമ്മളൊരു പട്ടിക്കുട്ടീനെ ഇവിടെ വാങ്ങാന്ന് വെച്ചിട്ട് നിന്നോട്ട്. മേതുട്ടീൻ്റെ ഭയങ്കര ആഗ്രഹമാണ്. അമ്മാമ്മ നോ 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 തന്നെ പറയുന്നു പട്ടിക്കുട്ടീനെ മേടിക്കുമ്പോൾ. എന്നാ അമ്മാമ്മ പറ. എനിക്ക് ഇഷ്ടല്ല. അമ്മാമ്മക്ക് ഇഷ്ടമല്ല പോലും. ആ അമ്മാമ്മ പറഞ്ഞു ഈടെ ഒരു പട്ടിക്കുട്ടി ഉണ്ട്, അത് മേതൂട്ടിയാണ്, അതിന് തന്നെ ഞാൻ നോക്കിക്കോളാം നല്ല വൃത്തിക്ക് അല്ലേ? അല്ല മോളെ? ഇനി അങ്ങനെ പറഞ്ഞിട്ടതാ നമ്മൾ പട്ടിക്കുട്ടി വാങ്ങലെല്ലാം ഇവിടെ നിന്നില്ല. പക്ഷെ നമുക്ക് അച്ഛനും മോക്കും അന്ന് ഭയങ്കര ആഗ്രഹം കേട്ടാ. ഇവളും ഉണ്ട് അതിനെതിരായിട്ട്, അമ്മയും മോളും. ചിലപ്പോ എല്ലാ ദിവസവും നമുക്കല്ല ഒരു ഫുഡെല്ലാം എടുത്ത് നിങ്ങൾക്കെല്ലാം ഇടക്കിടക്ക് കൊടുക്കാം. ഇതല്ല എനിക്ക് ഒന്നാമത് പേടിയാണ് അതിന്. അത് ചെറുതായാലും വലുതായാലും എനിക്ക് അതിനെ പേടിയാണ്. പിന്നെ ഇവര് വാങ്ങിക്കുന്നതന്നെ ഞാൻ എതിരും. നമ്മള് ചെറിയ പട്ടിക്കുട്ടീനെ വാങ്ങാന്നല്ല പറഞ്ഞ മേതുട്ടി. ആ അത് നിങ്ങൾ നോക്കിക്കോ. അതാ നീ ഇടന്നിനി എവിടെ പോകുമ്പോ നിന്നെ കൂട്ടുന്നില്ല. അച്ഛനെ പോലെയൊന്നല്ല കട്ടി. എനിക്ക് ഇവിടെ ഒരു പെട്ടി അല്ലാണ്ട് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ എനിക്ക് നോക്കുമ്പോ നമ്മുടെ ഇതിന് എതിരായിട്ട് നിൽക്കുന്നത് അമ്മാമിയും. ഇതൊരു മോള് പോയി ഇങ്ങോട്ട് വേടാ.
നീന്തിന് മുകളിൽ കയറിയേ എന്തിന് ഞാൻ അപ്പൊ നമ്മുടെ ആഗ്രഹത്തിനെതിരായിട്ട് രണ്ടുപേരാണ് ഇവിടെ നിൽക്കുന്നത്. കുളിക്കാൻ അമ്മയും മകളും നോ നോ എന്നാ പറയുന്നത് അല്ലേ മേതുട്ടി? നമ്മളെ അച്ഛനും മോളും ചില സമയത്ത് നമ്മ നോക്കിക്കോളാം, പക്ഷെ ഒരു ദിവസം നമ്മൾ എവിടെയെങ്കിലും പുറത്താവുമ്പോ ഇവർക്ക് നോക്കണ്ടേ? ചില സമയം മണി നോ പറയുന്നുണ്ട്. മണി നോ പറയുന്നില്ല. മണിക്ക് പക്ഷെ മണി അതിൽ ഇൻട്രസ്റ്റഡ് അല്ല. ചില സമയം പറയില്ലേ നിങ്ങൾ നോക്കിക്കോന്നെല്ലാം പറയും. ഇവളോട് ഞാൻ ചോദിച്ചു പട്ടീനെ മേടിക്കാം. ഒന്ന് നമ്മൾ ഒരു ദിവസം പട്ടീനെ കാണാൻ പോയി ഇവള് തൊടുന്ന വരെയില്ല, നിങ്ങൾ എത്തിത്തരം മുഖം ഇങ്ങനെ അടുത്ത് പിന്നെ എനിക്ക് അടുത്ത് വഞ്ചു പിടിക്കുന്ന ചോദിച്ചാൽ ഇങ്ങനെ വരുന്ന സൗന്ദര്യം കാണുന്നോണ്ടാ അല്ല എന്റെ കുരുക്കൾ ഇതെല്ലാം കാണിട്ട് വരത്തേക്ക് പറ്റല്ലേ മേതുട്ടി? അത് കാണുന്നോണ്ടായിരിക്കും. അപ്പൊ പിന്നെ എന്നാ പിന്നെ ഇവര് നോക്കും. മേതു വന്നിട്ട് അന്നേരം നമ്മളൊരു പട്ടിക്കുട്ടിനെ കാണുമ്പോൾ മേതുവിന് പേടി. മേതു നോക്കും എങ്ങനെയാ ദൂരത്ത് ഇങ്ങനെ നോക്കൂ, അതിന്റെ അപ്പുറത്ത് നമ്മൾ സെറ്റാക്കി നമ്മളെ പാല് പോലെ ഇങ്ങനെ ഇങ്ങനെ സോഫ്റ്റ് ആയ സാധനം. ഈ തുണ്ട പോലെ. അപ്പൊ അങ്ങനെ കാര്യങ്ങള് അപ്പൊ ഇവര് എസ് എപ്പാന്ന് പറയുന്നത് അന്ന് നമ്മള് ഇവിടെ ഒരു പട്ടിക്കുട്ടീനെ എത്തിക്കുന്നതാണ്. ഹലോ ഗൈസ്, അമ്മേനെ അന്നേരം നെക്ക. പക്ഷേ അമ്മ രാത്രിയോ രാവിലെയോ എല്ലാ സമയത്തും എങ്ങനെ ആക്കണം? എല്ലാ സമയത്തും നെക്ക വിടണ്ടേ? എല്ലാ സമയത്തും ഞെക്കിക്കോ. ഒക്കെ വേണ്ട പോലെ പട്ടിക്കുട്ടീനെ വേണ്ട. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ബിയോങ്കൂട്ടൻ്റെ അടുത്തേക്ക് പോയാലോ? ബിയോങ്കൂട്ടനെ കുട്ടിയാലും നമ്മ അപ്പൊ അങ്ങനെ ബിയോങ്കൂട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കണ്ണ് കുറച്ച് സോഫ്റ്റ് ഉണ്ടാവൂലേ, അതിന്റെ സോഫ്റ്റ് ആണ്. മണിക്കൂട്ടിനെന്താ പെട്ടെന്നൊരു മാറ്റം പോയി പാന്റ് മാറ്റിട്ട് വന്നാ? എന്തോ മാറ്റി മണിക്കൂർ സെക്കൻഡ് വെച്ചിട്ട് എന്നിട്ട് മാറുന്നുണ്ട്. ഇതല്ലേ ഏതാ പാന്റ്? മണിക്കൂട്ടിന് ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് ഓരോരോ ഡ്രസ്സെല്ലാം ഒളിപ്പിച്ച് വെച്ചിന് കേട്ടാ. ഏതാ ഇത്? വേറെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മണിക്കൂട്ടനില്ലേ ചെരുപ്പിന്റെ മറ്റേ ഇത് കിട്ടൂല, ബാക്ക്. എപ്പോഴും എത്ര പ്രാവശ്യം ഞാൻ എല്ലാ ദിവസവും പറയലുണ്ട് മണിക്കൂട്ടൻ, പക്ഷെ ചെരുപ്പിന്റെ ബാക്ക് ഇടൂല. എന്താടാ മണിക്കൂട്ടൻ അങ്ങനെ? ബാക്ക് ഇടാണ്ടിരിക്കുമ്പോ ഇറിറ്റേഷൻ ആവും. നന്നായി ഇട്ടാ പോരെ. സ്കൂളിൽ ഇത് ചപ്പലല്ലേ? ഇതല്ലോ ഓരോരോ സമയത്ത് ഓരോന്നാണ്. ഇനി നമുക്ക് അധികം സമയം കളയണ്ട, നമ്മള് പോവാണ്. അമ്മമ്മ അപ്പം വീട്ടിലുണ്ടാവേ. പോയിട്ട് അമ്മമ്മ പട്ടീനെ പിടിക്കട്ടെ, പട്ടീനെ പിടിക്കട്ടെ. സമ്മതിക്കുന്നുണ്ടാ? വീഡിയോ തെളിവാന്ന്. സമ്മതിക്കുന്നില്ല എന്നാ പറയുന്നത്. നമ്മളെ എവിടെ എത്തി? നരിക്കോട് ഇറങ്ങി ഒറ്റ ഒന്നുമില്ല, എല്ലാം ഓടി. ഇവിടെ എത്തുമ്പോഴത്തേക്ക് കുഞ്ഞാടി ഉണ്ടായിന്, കുഞ്ഞിനെയും കൂട്ടിട്ട് എല്ലാം ഓടിപ്പോയി. അച്ഛൻ എന്നാ ചോദിക്കും. നമ്മള് വർത്താനം പറയുന്ന ആരോടെ ഇവര് പറയുന്നത്, ഫോണും പിടിച്ച് പറയുന്നുണ്ട്. ഇറങ്ങിക്കോ. അച്ഛൻ പറഞ്ഞു ബിരിയാണി. നേരത്തെ എന്തോ കാര്യം പറയുമ്പോ സീനാട്ടൻ പറഞ്ഞോല് ബിരിയാണി തരാൻ. നിങ്ങൾക്ക് ബിരിയാണി മേടിച്ചു തരാല്ല? അതെ, ഞാൻ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ബിരിയാണിയാണ്. അപ്പൊ അല്ല, വീട്ടില് പഴം കാര്യമല്ല. ബിരിയാണി അച്ഛന് ബിരിയാണി തിന്നാ ദഹിക്കുവാ ഇപ്പൊ. ബിരിയാണി വേണം നമുക്ക് ഇപ്പൊ പഠിക്കാലോ. നമ്മ കഴിഞ്ഞ പ്രാവശ്യം എന്തോ നമ്മ ഇതുപോലെ കഴിച്ചിട്ട് ആകെ സ്തംഭനം വന്നു അല്ലേ. പിന്നെ ഡോക്ടറെ അടുത്ത് പോയിട്ട് പിന്നെ കൊയിലെല്ലാം ഇട്ടിട്ട് അച്ഛൻ്റെ അടുത്ത് പിന്നെ അത് ഇതായത്. അതെ, അമ്മ വൈകുന്നേരം ആകുമ്പോ ഒരു സന്ധ്യാനാമം ചോദിക്കലുണ്ട് അല്ലമ്മേ? അമ്മ എന്തുണ്ട് പിന്നെ വേറെ വിശേഷമേ? അതെല്ലാവരുടെ അടുത്തും ഉണ്ട്. ശരീരത്തിന് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, അടിപൊളിയാന്ന്. ഓക്കെ, ഇപ്പൊ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നു. ഓക്കെ, അമ്മ ഇപ്പൊ സൈദ്ധർമ്മ ശനിയിൽ പോലില്ല അല്ലേ? അമ്മേന്റെ കാലിനും ഇതെല്ലാം പ്രശ്നം. പക്ഷെ ഒരുവിധെല്ലാം പോയി നോക്കിയല്ലേ, പരമാവധി ശ്രമിച്ചു. ലാസ്റ്റ് ആകുമ്പോ പിന്നെ ഇനിയിപ്പോ അമ്മ അത് നിർത്തിയിട്ടത്. 10 വർഷമായി. 10 വർഷത്തിന് മുകളിലായില്ലേ അമ്മേ? 10 വർഷമായി അല്ലേ? 10 വർഷം വരെ അമ്മ ഹരിത കർമ്മസേനയിലേക്ക് പോയിട്ടുണ്ടായി. ഇപ്പൊ അത് ആൾക്കാരെല്ലാം കണ്ടിങ്ങനെ ശീലായില്ലേ. നല്ല ആൾക്കാരാണ് നമുക്ക്, നമ്മളെ 4-ാം വാർഡിലത്തെ നല്ല ആൾക്കാരാണ്. എല്ലായിടത്തും നല്ല ആൾക്കാർ തന്നെയാണ്. എന്നാലും ഉണ്ട് ഓരോരുത്തിലെല്ലാം അങ്ങനെ ഇല്ല. നമ്മളെ പെരുമാറ്റം പോലെയാണ് എല്ലാരും. അമ്മേന്റെ വാർഡിലെ ആൾക്കാരെല്ലാം നല്ല ആൾക്കാരാണ്. നല്ല പെരുമാറ്റം ഇല്ല. നേരത്തേക്ക് നമ്മളിപ്പോ ഇറങ്ങിയതേ ഇല്ലൂ.
ഒരടി പോയിനെ ഇന്ന്. ഏടിയും പോയില്ല അമ്മ. ഇന്ന് അമ്മേനെ കാണാൻ ഇന്നലെ വരണ്ടേ എന്നിട്ട് അപ്പൊ ഇന്നലെ ഒരു രക്ഷയില്ല, നല്ല മഴ. അമ്മ ഇന്നലെ പറഞ്ഞു വാ മോനെ ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞതാണ്, പക്ഷെ ഇന്നലെ വരാൻ പറ്റിയില്ല, നമുക്ക് നല്ല മഴയായിരുന്നു. ഏതായാലും ഇന്നേക്ക് എത്തി. നമുക്ക് വിയോൻകുട്ടിനെല്ലാം കാണാനല്ലോ. വിയോൻകുട്ടാ വിയോൻകുട്ടിന്റെ പനി പോയില്ലേ? ഇവരതിനെ പിടിച്ചമർത്തു നല്ല പ്രിയ. മണിയാട്ടം കൊറേ ആയിട്ടാ അന്ന് വരാതെ, അവർക്ക് പരീക്ഷ ഉണ്ടായിനി, അതുകൊണ്ട് നമ്മൾ കൊറേ ആയി. അച്ഛാ എന്നിട്ട് വിശേഷം? പണി പോയില്ലേ? പുറത്തൊന്നും പോയില്ലേ ഇന്ന്? ഒരാഴ്ച അല്ലേ? നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. അത് ഇതുവരെ മഴ ഉണ്ടായില്ല അല്ലേ? ഇപ്പൊ നമ്മ ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു മഴ. സമാധാനമായി. ദൈവമേ, രണ്ടാഴ്ച ആയി പോയി എണ്ണയേക്കാതെ. ആര്? അച്ഛനാ? അച്ഛൻ വേറെ പറയുന്നത്. നമ്മളെ വിഷയം അങ്ങനെ. അപ്പൊ നമ്മ ഇറങ്ങട്ടെ. നമ്മള് നമ്മള് വീട്ടിലെത്തിയാട് ശ്രീനാട്ടിന് ഇത് നല്ല കറിയെല്ലാം ഉണ്ടാക്കുന്നുണ്ടേ. ശ്രീനാട്ട് എന്നാ സ്പെഷ്യൽ നമ്മളാക്കുന്നത് എഗ് ബുർജി. അമ്മ അവിടുന്ന് ഭക്ഷണം കഴിച്ചോന്ന് പറഞ്ഞു കേട്ടാ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അവിടുന്ന് ഭക്ഷണം കഴിച്ചില്ല. ഈ സ്പെഷ്യൽ നമ്മളെ ഇത് നമ്മള് പണ്ടേ ഗൾഫിൽ നിന്ന് ഉണ്ടാവുമ്പോ പഠിച്ച സാധനങ്ങളാണ്, ഏറ്റവും എളുപ്പത്തിലാക്കാൻ പറ്റുന്ന സാധനം. അപ്പൊ ചപ്പാത്തി ഉണ്ട്, ചപ്പാത്തിയും എഗ് ബുർജിയും ആണ്. ചപ്പാത്തി ഞാൻ ചുട്ടു വെച്ചു, കറിയാക്കൽ ഡ്യൂട്ടി ശ്രീനാടിന് കൊടുത്തു. നല്ല അടിപൊളി സെറ്റ് മല്ലിയിലിട്ടു. ആഹാ, സ്വന്തം ഉണ്ടാക്കിയിട്ട് സ്വന്തം മണത്തിന്റെ ആഹാഹാ പറയുന്നു. നമ്മള് കൈകെട്ടല്ലേ എന്നിട്ട് പറയാ ആഹാഹാന്നോ ഹോഹോഹോ ആന്നോന്നല്ലോ. ഇതെല്ലാം കൊറേ എത്ര വർഷം നമ്മള് ഗൾഫിൽ ചെയ്ത പണി അറിയാം. ഗൾഫിലെ മണലാരണ്യത്തിൽ നിൽക്കുന്ന സമയത്ത് മണലാരണ്യത്തിൽ നമ്മ നിന്നത് ആടെ പറയാൻ തന്നെ കിട്ടുന്നില്ല സാധനം. മണലാരണ്യം എന്നിട്ട് നമ്മൾ മുട്ടിയാന്നല്ല പൊതുവെ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനം. ഇപ്പൊ കഴിച്ചു നോക്കാം. നമ്മള് പിള്ളേർ കുടിക്കുന്നുണ്ട് കേട്ടോ, രണ്ടാളും. ഒരാള് കുളിക്കുന്നു, ഒരാള് ചിത്രം വരെ എന്തോ പരിപാടിയാണ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തി ആൻഡ് എഗ് ബുർജി, സ്പെഷ്യൽ എഗ് ബുർജി. എനക്ക് വേണ്ട കേട്ടാ. കഴിച്ചു നോക്ക്. നീ വേണ്ടെന്ന് അല്ല, എനക്ക് വേണമെന്നില്ല ഭക്ഷണം, വേണമെന്നില്ല, അതുകൊണ്ടാണ് കാണുന്നതിലല്ല, അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേ. ഓക്കെ, എന്നാ പിന്നെ ആയില്ലേ? മക്കള് വരണത്ര. അമ്മമ്മ കുളിപ്പിക്കുന്നില്ല, ഒരാളെ മാത്രം. മറ്റാളെ ആടെ ഇരുന്ന് ചിത്രം വരയ്ക്കാൻ ഞാൻ പോയി നോക്കട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ എത്തി. വൈകുന്നേരം തന്നെ പോയോണ്ട് രണ്ടാളും ബുക്ക് മേശയിൽ വലിച്ചിട്ടിട്ടുണ്ട്, എന്തെല്ലാം എഴുതാനുണ്ട് എന്നെല്ലാം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സമയത്ത് ഒരാൾ ഇടുന്ന ചിത്രം വരയ്ക്കുന്നു. അച്ഛൻ പറഞ്ഞത് മണിക്കൂട്ടം കുളിക്കാൻ പോയിന്നാന്നേ. മണി ഇതെന്നാ പുതിയ ചിത്രം വരാ? ഇതെന്നാ പുതിയൊരു ഐഡിയയിൽ ചിത്രം വരക്കുന്നത്? എന്താ ഫോണ് ഗ്ലാസിന്റെ മുകളിൽ വെച്ചിട്ട് അടിയിൽ ഇങ്ങനെ ആ കറക്റ്റിന് ചിത്രം വരക്കുക. എന്നാ മണി ഇത് പുതിയ ടെക്നിക്കാ അല്ല എന്തെങ്കിലും ആപ്പാ? ഒറ്റക്ക് വരച്ച് പഠിക്കടാ, ട്രേസ് എടുക്കാണ്ട്. അങ്ങനെയല്ലേ പഠിക്കൂ? ഇങ്ങനെ ട്രേസ് എടുത്തിട്ടൊന്നും വേണ്ട. ഇതാ ഒരാളെ കുപ്പി, ബാഗ് എല്ലാം ഇവിടെ വാരി വലിച്ചിട്ടിട്ട് കണ്ട. ഇനി ഓനത് എടുത്തു നോക്കുകയൊന്നും ചെയ്യില്ല കേട്ടാ. ഇനിയിപ്പോ നേരെ കുളിച്ചു കഴിഞ്ഞാട് പോവും കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. എന്നാ പിന്നെ ശരി, ഇനിയിപ്പോൾ മണിക്കൂട്ടം കുളിക്കാനുണ്ട് അത്രേ. മണിക്കൂട്ടം കുളിച്ച് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അച്ഛൻ നല്ല എഗ് ബുർജി ആക്കി വെച്ചിട്ടുണ്ട് പണി. വേഗം കുളിച്ചിട്ട് വന്നാൽ കിട്ടും, ഇല്ലെങ്കിൽ ടേസ്റ്റ് ആയിട്ട് അച്ഛൻ തന്നെ കഴിച്ച് തീർക്കുന്നാ പറയുന്നു.
അത്രക്ക് ടേസ്റ്റാ പോലും. അതെയാ ഉം. എന്നാ ഞാൻ ഇപ്പൊ അച്ഛൻ വാവുന്നെല്ലാം പറയുന്നുണ്ട് അതിനാക്കി കൊണ്ടിരിക്കുമ്പോ. അത് അച്ഛനാക്കി എന്തും ആവുന്നു. അച്ഛനാക്കി എന്തും അച്ഛനും ആവൂലേ. അതങ്ങനെ എന്നാ വേഗം കുളിച്ചിട്ട് വാട്ടാ. അപ്പൊ അപ്പുറത്ത് വിളിച്ചു പറയുന്ന മണിക്കൂട്ടാ. ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യുമ്പോ അതിന്റെ അവിടെ വന്ന് നിങ്ങള് ശ്രീനായിട്ട് ഓൻ കാര്യം ചെയ്യട്ടെ, നമുക്ക് ഫുഡ് കഴിക്കാം. ആയിക്കോട്ടെ. അപ്പൊ നമ്മളെ സുന്ദരി കുട്ടി ഇതാ കുളിച്ചിട്ട് നല്ല സുന്ദരിയായിട്ട് വന്നു. മേതൂട്ടി അച്ഛനൊരു സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാരും ടേസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയണ്ട. ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയാ മേതു വന്നിട്ട് അങ്ങനെ ഇടാമല്ലേ? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇതൊന്ന് പ്രസാദാ. അല്ല ഇപ്പൊ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാൻ അത്രയില്ല, ടേസ്റ്റ് അറിഞ്ഞിട്ട് മേതു മാത്രം എങ്ങനെയുണ്ട് മോളെ? ഇത് നോക്കണം. നോട്ട് ബാഡ്. എങ്ങനെയുണ്ട്? അധികം നിങ്ങളില്ലോണ്ട് ഞാൻ അധികം എരിവൊന്നും ഇട്ടില്ല. അപ്പൊ മേതു എല്ലാം തിന്നുന്നുണ്ട്, പക്ഷെ മുഖത്തെ എക്സ്പ്രഷൻ മാത്രം ഇങ്ങനെ ഇട്ട. അമ്മ ചോറ് എടുക്കാൻ വേണ്ടിട്ട് അമ്മക്ക് ചോറിട്ടാ പാത്രം കൊണ്ട്. മണിയാ വാടാ മണിക്കൂട്ടാ. മണിക്കൂട്ടൻ ഇന്ന് ചിത്രം വരെ തലയിൽ കയറി ചെയ്തത്, അതുകൊണ്ട് ഇന്ന് ഒന്നും വേണ്ടട്ടാ. അത് വേണമെന്നില്ല. എന്നാന്നറിയില്ല, ഒരു പഴം കഴിച്ചു. ഡയറ്റിംഗ് ആണെന്ന് തോന്നുന്നു. ഡയറ്റിംഗ് അല്ല, എനിക്ക് എന്തോ ഭക്ഷണം വേണമെന്നില്ല. അപ്പൊ ഏതായാലും ഒരു നമ്മള് വിശപ്പില്ല, അതാണ്. എങ്ങനെയുണ്ട് അമ്മമ്മ കഴിച്ച അഭിപ്രായം പറഞ്ഞോട്ടാ. അപ്പൊ ഇന്നത്തെ ഒരു വ്ലോഗ് മതിയാക്കില്ല, നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ? അതിനിപ്പം വൈൻഡപ്പ് ചെയ്ത് ഇനിയിപ്പോ നിങ്ങൾക്ക് ഫുഡ് കഴിക്കണ്ടേ? വേണമെങ്കിൽ ഞാൻ നിങ്ങൾ കഴിക്കുന്ന പിടിച്ചോണ്ടിരിക്കണ. അപ്പൊ ഇന്നത്തെ നമ്മളെ വിശേഷം ഇങ്ങനെയല്ലാണ്. അപ്പൊ അമ്മമ്മ ചോറും അമ്മമ്മക്ക് ചോറ് തന്നെ വേണം രാത്രി. അമ്മമ്മക്ക് 3 നേരം ചോറ് വേണം കേട്ടാ. അത് ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് ആരും ഒന്നും നടക്കില്ല. ഇത് ശീലാണ്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ അമ്മാമക്ക് ഇത് ചോറ് നിർബന്ധമാണ്. നമ്മക്ക് പിന്നെ പ്രശ്നമില്ല, നമ്മ ന്യൂജന്നെ. നിങ്ങൾക്ക് 50 വയസ്സായി, പ്രായമായാലും നമ്മളിത് കാണിക്കാൻ പാടില്ല. അമ്മാമ വരുന്ന യോയോ ഗ്രൂപ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ ചേരാട്ടാ. അവനൊരു ചിത്രം മണിക്കൂട്ടൻ ആ ചിത്രത്തിൽ അങ്ങ് കേറി എന്നിട്ട് ആ ബുക്കെല്ലാം അങ്ങ് ഒതുക്കി വെക്കണം കേട്ടാ. അപ്പൊ മേത് പറഞ്ഞേരി വൈൻഡപ്പ് മേതോ ചെയ്യല്. മേത് കൊറേ ദിവസമായി വൈൻഡപ്പ് ചെയ്ത്. അപ്പൊ എങ്ങനെയുണ്ട് അച്ഛന്റെ മുട്ട ബുർജി? പറഞ്ഞു പഠിപ്പിച്ചു വെച്ചത്. വൈൻഡപ്പ് എങ്ങനെയാന്ന് ഇവരോടെല്ലാം ബൈഹാട്ടാണ്. തലയിലെ വെള്ളം ശരിക്കും പോയിട്ടില്ലല്ലോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.